Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. AIYF തിരുവല്ലോമല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടുകുളം സബ് ഹെൽത്ത് സെന്റർ ശുചീകരിച്ചു. പരിസ്ഥിതി വാരാചരണ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു ശുചീകരണവും വൃക്ഷത്തൈ നടീലും. AIYF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജൂൺ 5 മുതൽ 12 വരെ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികൾക്ക് തിരുവല്ലോമലയിൽ സമാപനമായി. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ച് കാട്ടുകുളം സബ് ഹെൽത്ത് സെന്ററും പരിസരവും ശുചീകരിച്ചും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുമാണ് തിരുവല്ലോമല മേഖലാ കമ്മിറ്റി സമാപന ദിനം ആചരിച്ചത്. സമാപന പരിപാടികളുടെ ഉദ്ഘാടനം AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ നിർവഹിച്ചു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കെ അഭിലാഷ് അരവിന്ദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി KK രമേശ്, സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KK സിബിക്ക് ജില്ലാ പ്രസിഡന്റ് വൃക്ഷത്തൈ കൈമാറി. ഹെൽത്ത് സബ് സെന്റർ കോമ്പൗണ്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം PK ശരണ്യയും MLS PV മഞ്ജുവും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു. മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീജു, കമ്മിറ്റി അംഗങ്ങളായ ദിലീപ്, അപ്പു, സുരേഷ് കുത്താമ്പുള്ളി, ആശാ വർക്കർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ മാസം 5 തീയതി മുതൽ 12 വരെ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും അറ്റത്ത് തിരുവില്ലാമല പഞ്ചായത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ പരിസ്ഥിതി വാരാചരണത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ, അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഒരുപക്ഷെ പൂർവികർ സമ്മാനിച്ച പ്രകൃതിയല്ല, ഭാവി നമുക്ക് നൽകിയ സംഭാവനയാണ് പ്രകൃതി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനെ ഒരു കേടുപാടും കൂടാതെ ഭാവിക്ക് സുരക്ഷിതമായി കൈമാറുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഓരോരുത്തർക്കുള്ളത്. നമ്മുടെ നാട് ദിനംപ്രതി എന്നോണം നമ്മൾ പരിസ്ഥിതി വാരാചരണവും പരിസ്ഥിതി പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് എന്ന വലിയൊരു ഭീകരനെ കൊണ്ട് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിക്ക് വേണ്ടി ആകണം ഈ പരിസ്ഥിതി ദിനം എന്നുള്ളതാണ് 2026 ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യം. ന്യൂസ് ഡെസ്ക് CCV.